അപ്പോൾ ഗൈസ് ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ശുചീന്ദ്ര അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലെത്തി കാറ് പാർക്ക് ചെയ്യാൻ നോക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ ഉത്സവം എന്തോ നടക്കാൻ പോകുന്നു. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. പക്ഷേ എൻട്രി വരുന്ന അപ്പുറത്തെ സൈഡാണ്. അതാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. പക്ഷേ നമുക്ക് അമ്പലത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അതിനുശേഷം ഞങ്ങളൊരു കമ്മലൊക്കെ നോക്കാൻ ഇറങ്ങി. ഭയങ്കര റേറ്റ് ആയിരുന്നു ഗൈസ്. നമ്മുടെ ഇവിടത്തെ പോലെയല്ല, ഭയങ്കര റേറ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കമ്മലൊക്കെ നോക്കിയെങ്കിലും ഞാൻ വാങ്ങിയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കുറച്ച് ദൂരം പോയി. ഞങ്ങൾ ഇനി പോകുന്ന പത്മനാഭപുരം പാലസാണ്. മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനാണ് അവിടെ. ഞങ്ങളങ്ങനെ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്നത് മാത്രമല്ല, അവിടെ ചപ്പൽ പുറത്ത് ഊരിയിടണം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറാൻ പോവുകയാണ്. അവിടെ അകത്ത് വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡ് അല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരുപാട് പേര് വീഡിയോസൊക്കെ എടുക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. ഇത് അവരുടെ എന്തോ നടുമുറ്റം എന്നങ്ങനെ എന്തോ ആണ് പറയുന്നത്. പക്ഷേ ഒന്നും നമുക്ക് തൊടാനോ ചില പ്ലേസിൽ പ്രവേശിക്കാനോ ഒന്നും പറ്റിയില്ല. അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നതും കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇതവിടുത്തെ ഈ പടിപ്പുര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ സ്ഥലമാണ്. പക്ഷേ ഫുള്ളും ഇരുളം. ഇതാണ് ആ രാജാവിൻ്റെ കട്ടിൽ, പണ്ടത്തെ ആ രാജാവിൻ്റെ കട്ടിൽ ഇതിലാണ് കിടന്നിരുന്നത്. പിന്നെ കുറച്ച് ഭാഗമുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കുറേ ഭാഗമൊക്കെ നമുക്ക് സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഈ അഴിക്കുള്ളിലൂടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ അത് കഴിഞ്ഞ് അവർ പണ്ട് യൂസ് ചെയ്ത ടോയ്ലറ്റ്സ് ഒക്കെ കണ്ടു. നമ്മൾക്കൊക്കെ ഭാഗ്യം, ഇങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ ഒരു സമയത്ത് എന്ത് മാറിയിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ കണ്ടിട്ടുണ്ട് ശോഭന ഡാൻസ് ചെയ്യുന്ന ഒരു മണ്ഡപം. അത് ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിലെ കൂടെയുള്ള വ്യൂസും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമായിരുന്നു. ഇതിനപ്പുറത്ത് പിന്നെ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് അവരൊക്കെ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് തോന്നും. ഭയങ്കര നല്ലൊരു ഇതിലൂടെ അമ്പലം കാണാൻ പറ്റും. പണ്ട് രാജാക്കന്മാരൊക്കെ ഇവിടെ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതിനുള്ളിലുള്ള വീഡിയോസ് ഇത്രയേ ഉള്ളൂ. കാരണം കുറച്ച് വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇത് ബാക്ക് വശം ആണ്. അതിനുശേഷം ഞങ്ങൾ വെള്ളം കുടിക്കാൻ നല്ല ദാഹമായിരുന്നു. അങ്ങനെ നൊങ്ക് ജ്യൂസ് അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഒരു വേ കൂടെ പോയിട്ട് അവിടെ പർച്ചേസിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.